ഹലോ പ്രിയമുള്ളവരെ, കഥകളൊക്കെ ഒത്തിരി വൈകിയെന്ന് എനിക്കറിയാം. ഓരോ ഹറിബറിയായിട്ട് അങ്ങനെ തിരക്കപ്പെട്ടതാണ്. എന്തായാലും കഥകൾ ഇന്ന് തന്നെ തുടങ്ങുന്നുണ്ട്. നയനം മുൻപത്തെ ഭാഗങ്ങളൊന്നും നിങ്ങൾ മറന്നിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ തുടങ്ങാം അല്ലേ? നയനം ഭാഗം 54ലേക്ക് സ്വാഗതം. നയന മണവാട്ടിയുടെ വേഷമണിഞ്ഞു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴേ ചാറ്റൽ മഴയുണ്ട്. പള്ളിയിൽ വന്നിറങ്ങുമ്പോൾ മഴ ശക്തിയാർജിച്ചു തുടങ്ങിയിട്ടുണ്ട്. കൊടും വേനലിൽ പ്രതീക്ഷിക്കാത്ത വന്ന മഴയാണ്. വെളുത്ത ഗൗണിൽ മാലാഖയായി നയന കാറിൽ നിന്നിറങ്ങി. കോശി പിറകിൽ നിന്ന് ഓടി വന്ന് നയനക്ക് കുട ചൂടിക്കൊടുത്തു. പള്ളിക്കകത്ത് അവരെ കാത്തു നിൽക്കുന്ന അർജുനും കുടുംബവും ആ കാറിൽ അവരാകുമെന്ന ഉറപ്പിൽ പള്ളിയുടെ പുറത്തേക്ക് വന്നു. മേഘക്കെട്ടുകൾ പോലെ തോന്നിക്കുന്ന വെളുത്ത ഗൗണിൽ നയന ഓരോ ചുവടുകൾ വെച്ച് മുന്നോട്ട് വന്നത് നക്ഷത്രമിഴികൾ തെളിയിച്ചു നിൽക്കുന്നവൻ്റെ ഹൃദയത്തിലേക്കായിരുന്നു. അവളെ ആദ്യം കാണുന്ന കൊതിയോടെ അർജുൻ അന്തം വിട്ടു നോക്കി നിന്നു. അവൻ്റെ ആ നോട്ടത്തെ അളന്നെടുത്തുകൊണ്ട് ചുണ്ടിലൊരു പുഞ്ചിരിയൂറി അവളും. നയനയുടെ തലമുടിയിൽ നിന്ന് തുടങ്ങി പിന്നിലേക്ക് നീളത്തിൽ ഒഴുകിക്കിടക്കുന്ന വെയിൽ അവൾക്കൊരു മാലാഖയുടെ പരിവേഷം നൽകുന്നു. നയനയുടെ വലിയ ഗൗണിൻ്റെ പിൻഭാഗത്ത് നനഞ്ഞ തറയിലൂടെ വെയിലിഴകുന്നത് കണ്ട് തോമസ് വേഗത്തിൽ ഓടി വന്ന് വസ്ത്രത്തിൽ ചെളി പുരളാതെ മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചു. മഴ പെയ്തതു കാരണം തറയാകെ ചെളി കെട്ടിക്കിടക്കുകയാണല്ലോ. തറയിൽ അപ്പിടി ചെളിയാ ചേട്ടത്തി. കൊച്ചിന് സാരി മതിയായിരുന്നു. ഇന്നത്തെ ദിവസം ഈ വേഷം ചേരില്ല. തോമസ് നെറ്റിൻ്റെ നീളമുള്ള ഭാഗം ത്രേസ്യയുടെ കയ്യിലേക്ക് കൈമാറിക്കൊണ്ട് പറഞ്ഞു. ഈ കൊടും വേനലിൽ മഴ പെയ്യുമെന്ന് ആരെങ്കിലും ഓർത്തോ? ത്രേസ്യ ആ അറ്റം താഴെ തട്ടാതെ പിടിച്ചുകൊണ്ട് നയനയോടൊപ്പം നടന്നു. ഇന്നലത്തെ ആ ചൂടറിഞ്ഞപ്പോഴേ എനിക്ക് ഉറപ്പായിരുന്നു മഴ പെയ്യുമെന്ന്. തോമസ് സ്വയം പറഞ്ഞുകൊണ്ട് വാച്ചിൽ നോക്കി. ശേഷം വളരെ പിറകിലായി വരുന്ന വല്യമ്മച്ചിയുടെ നേരെ നടന്നു. ഗ്രീൻ ബോട്ടിൽ കോട്ടും സ്യൂട്ടുമാണ് അർജുൻ്റെ വേഷം. നയന അരികിലേക്ക് എത്തിയതും അർജുൻ അവൾക്ക് നേരെ കൈ നീട്ടി. വൈറ്റ് നെറ്റ് ഗ്ലൗസ് ധരിച്ച അവളുടെ കൈകൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. അർജുൻ്റെ അരികിലേക്ക് നിന്ന നിധയുടെ കണ്ണുകൾ നയനയിൽ തന്നെ തറഞ്ഞു നിൽക്കുകയായിരുന്നു. പ്രിയപ്പെട്ട ഒരാളെ കണ്ടു തീരാത്തതുപോലെ ഒരു കൺകുളിർക്കെ നോട്ടം. നയന സ്നേഹത്തോടെയൊന്ന് പുഞ്ചിരിച്ചിട്ടും നിധയുടെ മറുപടി ഒരു മരവിപ്പിലായിരുന്നു. ആ പുഞ്ചിരി തിരിച്ചു നൽകാൻ പോലും മറന്ന് അവർ വെറും ഒരു പ്രതിമയെപ്പോലെ നിന്നു. നയനയുടെ ഉള്ളിലൊരു നീറ്റൽ പടർന്നു. ഈ വേഷം അവൾക്ക് ചേരുന്നില്ലേ എന്നായി അവൾക്ക് ആശങ്ക. അവൾ സംശയത്തോടെ തൻ്റെ ഗൗണിലേക്കൊന്ന് നോക്കി. നിധയുടെ മുഖത്തെ അഭാവശൂന്യത നയനയെ വല്ലാതെ വേദനിപ്പിച്ചു. അവൾ വിഷമത്തോടെ മുഖം കുനിക്കുന്നത് കണ്ടപ്പോഴാണ് താൻ അവളെ നോക്കി പുഞ്ചിരിച്ചില്ലല്ലോ എന്നവർക്ക് ബോധ്യം വന്നത്. കുട്ടി! അവരാ വീൽ ചെയറിലിരുന്നു അവളെ മാടി വിളിച്ചു. അവൾ ഓടിച്ചെന്ന കാലിൽ പിടിച്ച് കുനിഞ്ഞു നിന്നു. എൻ്റെ മോള് സുന്ദരിയായിരിക്കുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു നിധ. നിധയുടെ വീൽ ചെയറിൻ്റെ പിറകിൽ നിൽക്കുകയായിരുന്ന മോഹനും അവളുടെ നെറുകയിലൊന്ന് തലോടി. കുറച്ചപ്പുറം മാറി നിന്ന് തൻ്റെ മകൾക്ക് കിട്ടിയ പുതിയ ലോകത്തെ നോക്കിക്കണ്ട് കോശിയും ത്രേസ്യയും. ഹായ് ചന്തം! അവളുടെ പിറകിൽ തഞ്ചി നിന്ന കുഞ്ഞുമോളെയും നിധ അരികിലേക്ക് ചേർത്തു. നയന പേടിയോടെയാണെങ്കിലും അവരെ നോക്കി പുഞ്ചിരിച്ചു നിൽക്കുന്ന ഒരു കൂട്ടം ആളുകളെ നോക്കി. അധിക പേരും അവരുടെ നാട്ടുകാരാണ്. ബാക്കിയുള്ളവർ ബാംഗ്ലൂരിൽ നിന്നെത്തിയ അർജുൻ്റെ സ്റ്റാഫും മറ്റു അംഗങ്ങളുമാണ്. കൂടി നിൽക്കുന്നവരിൽ നേഹയെയും റിമയെയും കണ്ടു നയനയുടെ കണ്ണുകൾ വിടർന്നു. ചൊടിയിൽ ഞൊടി വേഗതയിൽ ചിരി വിടർന്നു. വിവാഹത്തിന് ക്ഷണിച്ചെങ്കിലും വരുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ലാത്ത അതിഥികൾ. പക്ഷെ സൂസൻ ചേച്ചിയെ കണ്ടില്ല എന്നവൾ ഓർക്കുകയും അവരോട് അതേക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. ഞങ്ങൾക്കറിയില്ല എന്നവർ മറുപടി കൊടുത്തതോടെ തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞ് വിളിച്ചു നോക്കാമെന്ന് നയനയും മനസ്സിൽ തീരുമാനിച്ചു. ഇനി മിന്നുകെട്ടിനുള്ള ഒരുക്കങ്ങളാണ്. അർജുൻ അന്നൊരു നാൾ പറഞ്ഞ പോലെ അവളുടെ കഴുത്തിൽ ആരാരും അറിയാതെ അണിഞ്ഞ ആ താലി തന്നെ നാലാൾ കാണേ, അവളുടെ പ്രിയ അപ്പച്ചൻ കാണേ അവളുടെ കഴുത്തിൽ കെട്ടാനായി ഉയർത്തി. ആ താലി പിടിച്ചു തനിക്ക് നേരെ ഉയർത്തി നിൽക്കുന്ന തൻ്റെ പ്രിയൻ. നയനയുടെ ഉള്ളിൽ ഒരുപാട് ഓർമ്മകളുടെ ചിത്രങ്ങൾ മിന്നിമറഞ്ഞു. ആ സ്റ്റേജിൽ നിന്ന് കണ്ട അവൻ്റെ മിഴികൾ, അവളെ വിലക്ക് വാങ്ങാൻ വെമ്പുന്നവൻ്റെ മിഴികൾ,
അവളോട് സ്നേഹം കൂടാൻ തുടങ്ങിയവൻ്റെ മിഴികൾ, ഇപ്പോഴീ കരുതലുള്ളവൻ്റെ മിഴികൾ. നയന അർജുൻ ഉയർത്തിപ്പിടിച്ച താലിയിൽ നോക്കിയിട്ട് അവനെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലകുനിച്ചു. വികാരിയച്ഛൻ്റെ കാർമ്മികത്വത്തിൽ പ്രാർത്ഥനാനിർഭരമായ ചടങ്ങുകളോടെ അർജുൻ നയനയുടെ കഴുത്തിന് പിന്നിലൂടെ കൊണ്ടുപോയി മിന്നുകെട്ടി. ആ സമയം ത്രേസ്യ അവൻ കോർത്ത താലി നേരെയാക്കി കഴിഞ്ഞതും ലിസി നയനയുടെ പിറകിലെ വെയിൽ നേരെയിട്ട് കൊടുത്തു. നിധയുടെ മടിയിൽ വെച്ച മന്ത്രകോടി അർജുൻ എടുത്തു അവളെ പുതച്ചു. ആ സാരി കൊണ്ട് പൊതിഞ്ഞു പിടിച്ചവളെ അറിയാതെ തൻ്റെ നെഞ്ചിലേക്ക് തൊട്ടുരുമിച്ചവൻ വിട്ടു. അവളുടെ തോളിലൂടെ കൈയിട്ട് അഭിമാനത്തോടെ നിൽക്കുന്നവൻ കണ്ടു ആൾക്കൂട്ടത്തിൽ നിൽക്കുന്ന ഹരിയെ. കൂടെ ജീൻസ് ടോപ്പ് ധരിച്ച ഒരു പെണ്ണുണ്ട്, വൈഫായിരിക്കും. അർജുൻ അവരെ നോക്കി ചിരിച്ചതും ഹരി അങ്ങോട്ട് വന്ന് കൈപിടിച്ചു. കൂടെ ആ പെണ്ണും അവർക്ക് രണ്ടുകൾക്കും ഷെയ്ക്ക് ഹാൻഡ് കൊടുത്തു. താൻ വരില്ലെന്നാണ് ഞാൻ കരുതിയത്, സർപ്രൈസ് ആകാൻ നോക്കിയതാകും അല്ലേ ഹരി? അർജുന് അവനെ കണ്ട സന്തോഷം അടങ്ങുന്നില്ല. ഇത് എൻ്റെ വൈഫാണ്, ഹരി നയനയെയും അവനെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. എടോ, ഇവൻ ബാംഗ്ലൂരിലുള്ള ഫ്രണ്ടാ, പേര് ഹരി, പോലീസിലാ. ഇതവൻ്റെ വൈഫ്. അങ്ങനെ പരിചിതമല്ലാത്ത ഒത്തിരി മുഖങ്ങൾ കണ്ടു പരിചയമുള്ള പോലെ കാണിച്ച് നയനക്ക് ശീലമായിരുന്നു. ഇതും അങ്ങനെ കാണിച്ചു നിൽക്കായിരുന്നെങ്കിലും അർജുൻ എന്തോ അവരെ ഡീറ്റെയിലായി പരിചയപ്പെടുത്തി. നിങ്ങൾ ഇന്ന് തന്നെ ബാംഗ്ലൂരിലേക്ക് തിരിച്ചു പോകുമോ നയന കൊച്ചേ? ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് കുടുംബത്തെ കൂടെ നിർത്തിയുള്ള ഫോട്ടോ എടുപ്പും കഴിഞ്ഞ് എല്ലാവരും ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോയ സമയം അച്ഛൻ അവരുടെ അരികിലേക്ക് വന്നു. അച്ഛൻ അവരോട് എന്തോ സംസാരിക്കുന്നുണ്ടെന്ന് കണ്ടു കോശിയും ത്രേസ്യയും അങ്ങോട്ട് ചെന്നു. ഇല്ല അച്ഛാ, നാളെ പോകൂ, നയന പതുക്കെ മറുപടി പറഞ്ഞു. നമ്മുടെ ഇടവകയിൽ നിന്ന് ഇത്രയും ദൂരത്തേക്ക് ഒരു പെൺകുട്ടിയെ മിന്നുകെട്ടി കൊണ്ടുപോകുന്നത് ഇതാദ്യമായാണ്. അച്ഛൻ കൈകൾ രണ്ടും കൂട്ടി തിരുമ്മി ആലോചനയോടെ പറയുന്നത് ശ്വാസമടക്കി പിടിച്ചാണ് നയനയും കോശിയും ത്രേസ്യയും കേൾക്കുന്നത്. അച്ഛൻ എന്തെങ്കിലും സങ്കടമുള്ള കാര്യം പറഞ്ഞാൽ അത് മനസ്സിൽ നിന്ന് പോകില്ലല്ലോ. ആ, നന്നായി ജീവിക്കട്ടെ. സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ ജീവിതയാത്രയിൽ തുണയുണ്ടാകട്ടെ. എന്നും ഇതുപോലെ സ്നേഹത്തോടെയും ഐക്യത്തോടെയും മുന്നോട്ടു പോകൂ. അച്ഛൻ അവരെ ആശീർവദിക്കുന്ന പോലെ പറഞ്ഞുകൊണ്ട് തിരികെ നടന്നു. അർജുൻ ആ സമയം ആ കൂട്ടത്തിൽ നിൽക്കുന്ന തൻ്റെ പേഴ്സണൽ സ്റ്റാഫിനെ വിളിച്ചു അടുത്തേക്ക് വരുത്തി. അവൻ്റെ കയ്യിൽ നിന്നൊരു ചെക്ക് എടുത്ത് അതിൽ നല്ലൊരു തുക എഴുതുന്നത് കണ്ട് നയന വാപൊളിച്ചു നിന്നു. ഇനി അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും അവൾക്കറിയാം. അവൾക്ക് സന്തോഷമാണ്, അഭിമാനമാണ്. അർജുൻ ചെക്ക് ലീഫ് നയനയുടെ കയ്യിൽ ഏൽപ്പിച്ചു അവിടെ നിന്നും മാറി. അച്ഛൻ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നയന ആ ചെക്ക് അദ്ദേഹത്തിൻ്റെ കൈകളിലേക്ക് കൊടുക്കുമ്പോൾ നിറഞ്ഞ സംതൃപ്തിയോടെ അച്ഛൻ അത് വാങ്ങി. ഫോട്ടോ എടുക്കൽ ഒന്ന് ഒതുങ്ങിയപ്പോൾ നയനയെയും അർജുനെയും ഭക്ഷണം കഴിക്കാൻ ലിസി വിളിച്ചു കൊണ്ടുപോയി. അവർ രണ്ടാളെയും ഒരുമിച്ചിരുത്തി ഭക്ഷണം സെർവ് ചെയ്യുന്ന പയ്യന്മാരെ സമ്മതിക്കാതെ അപ്പച്ചനും അമ്മച്ചിയും തോമസും കൂടി അവർക്കുള്ള ഭക്ഷണം വിളമ്പിക്കൊടുത്തു. നയന അവരോടുകൂടെ ഇരിക്കാൻ പറഞ്ഞപ്പോഴാണ് അവരും ഭക്ഷണം കഴിച്ചതാണെന്ന് അവൾ അറിഞ്ഞത്. അർജുൻ ഒരു ഉരുള എടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ കണ്ണുകൊണ്ട് കാണിച്ചു വേണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അപ്പച്ചൻ അത് കൃത്യമായി ആ രംഗം കണ്ടു. ആ, അത് വാങ്ങി കഴിക്കും മോളെ, അയാൾ മകളെ നോക്കി സ്നേഹത്തോടെ പറഞ്ഞു. അർജുൻ, ഇനി എന്താണ് പ്ലാൻ? ഫംഗ്ഷൻ തീരാൻ നേരം വല്യമ്മച്ചിയെ നടുക്കിരുത്തി കുടുംബ ഫോട്ടോയൊക്കെ എടുത്ത് സ്റ്റേജിൽ വെറുതെ നിൽക്കുന്ന അർജുൻ്റെ അടുത്ത് വരുന്ന ഹരി ചോദിച്ചു. ഇനി കൺഫ്യൂഷൻസ് ഒന്നുമില്ല ഹരി, നിങ്ങൾ നിന്ന് വൈകിക്കേണ്ട, ഇപ്പോൾ തന്നെ പുറപ്പെട്ടോളൂ. ഞങ്ങൾ നാളെ പുലർച്ചെ ബാംഗ്ലൂരിലേക്ക് തിരിക്കും. കൂടെ അവളുടെ പേരൻസ്, റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടാകും. അർജുൻ തൻ്റെ കോട്ട് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അർജുൻ, നമുക്കും ഇറങ്ങാം, നാളെ ഒത്തിരി യാത്രയുള്ളതല്ലേ. നമുക്ക് ഹോട്ടലിലേക്ക് പോകാം, നിതയും ടയേർഡാണ്. റൂമിൽ പോയി എല്ലാവരും ഒന്ന് വിശ്രമിച്ചോട്ടെ. മോഹൻ വന്ന് പറഞ്ഞതും അർജുൻ നയനയുടെ കൈ പിടിച്ച് സ്റ്റേജിൽ നിന്നിറങ്ങി. അങ്ങനെ അവരുടെ ജീവിതയാത്രയുടെ തുടക്കം കുറിക്കാൻ ഒരുക്കിയ കാറിൽ കയറാനായി പള്ളിയുടെ പുറത്തേക്കിറങ്ങി. ഇപ്പോൾ മഴ പോയി, മാനം തെളിഞ്ഞു. കെട്ടിൻ്റെ അന്ന് മഴയുണ്ടാകുന്നത് അനുഗ്രഹമാണെന്ന് കേട്ടിട്ടുണ്ട്. വല്യമ്മച്ചി കൊച്ചുമോൾ കവളിൽ നൽകിയ ചുംബനത്തിൽ തലോടി അവൾ ഇറങ്ങിപ്പോകുന്ന സങ്കടം കടിച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. നയന വിതുമ്പിക്കൊണ്ട് അവരെ നോക്കി. അർജുൻ നറുപുഞ്ചിരിയോടെ ആ സാധു മനുഷ്യരെ നോക്കി കാറിൻ്റെ മുൻപിലേക്ക് വന്നതും കണ്ടു കാർ പാർക്കിംഗ് ഏരിയയിൽ മറ്റൊരു കാറിൻ്റെ മുൻപിൽ നിൽക്കുന്ന ശിവനെ. ഇയാളൊക്കെ ആരാ എൻ്റെ കല്യാണത്തിന് വിളിച്ചത്? സംശയം പറഞ്ഞുകൊണ്ട് അവൻ നോക്കുന്നത് മോഹനെയാണ്.
ദേ ഇനി എന്നെ തുറപ്പിച്ചു നോക്കി കണ്ണു കളയണ്ട, ചിലപ്പോൾ അവളാകും നിത. മോഹൻ വേഗം തടിയൂരി. അർജുൻ കാറിൽ കയറാതെ ശിവൻ്റെ അരികിലേക്ക് നടന്നു. അവൻ പോകുന്നത് നോക്കി നയന ഡോർ തുറന്നു കാറിൽ കയറാതെ നിന്നു. അവരെ അങ്ങോട്ട് കാറിൽ കയറ്റി യാത്രയാക്കിയിട്ട് അവർക്കുള്ള കാറിൽ കയറാൻ നിന്ന കോശിയും ത്രേസ്യയും അർജുൻ ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് ചിന്തിച്ചു ശങ്കയോടെ നയനയെ നോക്കി. പക്ഷേ അവൾ അവർക്ക് മുഖം കൊടുത്തതേയില്ല. കൊടുത്തുപോയാൽ പിന്നെ അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ കൊടുത്തേ മതിയാകൂ. എളാപ്പയുടെ ചോദ്യങ്ങൾക്കാണെങ്കിൽ ഒടുക്കവും കാണില്ല. നോക്കി നോക്കി തോമസ് ആളെ മനസ്സിലാക്കിയെടുക്കാനുള്ള ശ്രമമാണ്. അർജുൻ അരികിലെത്തിയതും അയാൾ പോക്കറ്റിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് കത്തിച്ചു. എന്താ ഉദ്ദേശം? വിവാഹം കൂടാൻ വന്നതാണെങ്കിൽ സോറി, പരിപാടി കഴിഞ്ഞു. ഇനി പന്തിയിൽ വല്ലതും കഴിക്കാൻ ബാക്കിയുണ്ടോയെന്ന് ഇവന്റ് മാനേജരോട് ചോദിച്ചു നോക്കട്ടെ. നിർത്തടാ, നിന്റെ കല്യാണം കൂടി സദ്യയും നക്കി പോവാനല്ല ഞാൻ വന്നത്. കഴിക്കാതെ തപ്പിപ്പിടിച്ചാണ് ഞാൻ ഈ പട്ടിക്കാട് കണ്ടെത്തിയത്. ഒരൊറ്റ പൊളിച്ചിലിൽ തീർക്കാനുള്ളതേ ഉള്ളൂ. ശിവൻ ചുറ്റുമൊന്ന് നോക്കി അവൻ്റെ തൊട്ടരികിലേക്ക് മുഖം നീട്ടി. പറയടാ, ഇഷാനിയെ നീ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? എന്തിനാ നീ അവളെ കൊന്നത്? ഈ പട്ടിക്കാട്ടിൽ നിന്നാണ് അവളുടെ ശവം കിട്ടിയതെന്ന് എനിക്കറിയാം. അറിയേണ്ടത് നീ എന്തിനാണ് അവളെ കൊന്നു എന്നാണ്. ശിവൻ വായിലെ സിഗരറ്റ് തുപ്പിക്കളഞ്ഞ് 2 പോക്കറ്റിൽ കൈയൂന്നി നെഞ്ചു വിരിച്ച് കാൽ വിരലിൽ ഉയർന്നു താഴ്ന്നു. നിങ്ങളുടെ പ്രിയപ്പെട്ട അനന്തരവളെ ഈ അർജുൻ്റെ കൈകൊണ്ട് കൊല്ലാൻ കഴിയാത്തതിൻ്റെ നിരാശ ഒരിക്കലും എൻ്റെ ഉള്ളിൽ നിന്ന് മായില്ല. അർജുൻ 2 കൈപ്പത്തി ശിവന് നേരെ ഉയർത്തി. എൻ്റെ പെണ്ണിനെയും അവളുടെ കുടുംബത്തിനെയും ആ കുടിലും കത്തിച്ചാമ്പലാക്കാൻ ഇറങ്ങിയവളെ അതുപോലെ കത്തിക്കണമായിരുന്നു. പക്ഷെ ദൈവം സമ്മതിച്ചില്ല. അർജുൻ ദേഷ്യത്തോടെ പല്ല് കടിച്ചു. ഇനിയും വിശ്വാസം വരുന്നില്ലെങ്കിൽ ശിവമാധവൻ അത്രയ്ക്ക് സ്മാർട്ടാണെങ്കിൽ അവളെ കൊന്നത് ഞാനാണെന്ന് തെളിയിക്ക്. എന്നിട്ടെന്നെ അഴിയിലടക്ക്. അർജുൻ അയാളെ വെല്ലുവിളിച്ചുകൊണ്ട് തിരിഞ്ഞു നടന്നു. മകൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം തന്നെ ഇവിടെ വന്ന് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുന്നുണ്ടല്ലോ. നിങ്ങൾ എൻ്റെ ഡാഡയാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ആ തിരിഞ്ഞു പോയവൻ തുറന്നു കിടക്കുന്ന കോട്ടിൻ്റെ ഒരു സൈഡിൽ പിടിച്ചുകൊണ്ട് എന്തോ ഓർത്ത പോലെ പിന്തിരിഞ്ഞു വന്നുകൊണ്ട് പറഞ്ഞു. നിന്റെ തള്ളയൊരു പിഴയായിരുന്നല്ലോ. അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റില്ല. കൂരമ്പിൻ്റെ മിഴികൾ പോൽ കൂർപ്പിച്ചുകൊണ്ട് ശിവൻ നിന്നു. സ്വന്തം ജീവിതത്തോട് യാതൊരു ആത്മാർത്ഥതയുമില്ലാത്തവർക്ക് ഇതുപോലെ ഒരു ജീവിതം തന്നെ ദൈവത്തിൻ്റെ ഔദാര്യമാണ്. നിങ്ങളൊരു പൂർണ്ണ പരാജയമാണ്. ചത്താൽ നിങ്ങളുടെ ദേഹം പുഴു പോലും തൊടില്ല. അത്രയ്ക്ക് വിഷമാണ് മൊത്തം. ക്ഷണിക്കാത്ത മകൻ്റെ വിവാഹ ചടങ്ങിന് വലിഞ്ഞു കയറി വന്നു നിന്ന് ശിവമാധവൻ നിന്ന് മുഷിയേണ്ട. അടുത്ത മഴ വരും മുമ്പേ നാട് വിടാൻ നോക്ക്. തകർന്ന നെഞ്ചോടെ അർജുൻ അയാളുടെ അരികിൽ നിന്ന് തനിക്ക് ഏറ്റവും ആശ്വാസം നൽകുന്നവളുടെ അരികിലേക്ക് നടന്നു. അല്ല, ഓടി. കാറിനരികിൽ അവനെ കാത്തു നിൽക്കുന്നവളുടെ അരികിലേക്കെത്താൻ ഓരോ ചുവടുകൾ വെക്കുമ്പോഴും അവളിലേക്കുള്ള ദൂരം ഒരുപാട് കാതമകലെയായതുപോലെ തോന്നി. ഹോട്ടൽ മുറിയിലെത്തിയിട്ടും അർജുൻ്റെ മനസ്സിൽ നിന്ന് തന്നെ അസ്വസ്ഥതപ്പെടുത്തിയവൻ്റെ മുഖം മാഞ്ഞില്ല. ജീവിതകാലം മുഴുവൻ അയാളിങ്ങനെ ഓരോന്ന് പറഞ്ഞ് തൻ്റെ ഉറക്കം കെടുത്തുന്ന മാറാവ്യാധി പോലെ കൂടെ ഉണ്ടാകുമെന്ന് അവന് മനസ്സിലായി. കോശിക്കും ത്രേസ്യക്കും കുഞ്ഞുമോൾക്കും തോമസിനും അവരുടെ മക്കൾക്കും ഹോട്ടലിൽ അർജുൻ മുമ്പേ തന്നെ 2 റൂം ബുക്ക് ചെയ്ത് വെച്ചിരുന്നു. നാളെ പോകുമ്പോൾ അവരുമുണ്ടല്ലോ കൂടെ. ലിസിക്കും ബാംഗ്ലൂർ വരാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വല്യമ്മച്ചി തനിച്ചാകില്ലേ, ഒരു ദിവസം നമ്മൾ ഒറ്റയ്ക്ക് നയനെ കൊച്ചിനെ കാണാൻ പോകുമെന്ന് പറഞ്ഞ് തോമസ് അവരെ ആശ്വസിപ്പിച്ചു വിട്ടു. പിന്നെ ഒരു മുറി നമ്മുടെ നവദമ്പതികൾക്കാണ്. അവരുടെ ആദ്യ രാത്രിക്കായി ഒരുങ്ങി ആ റൂം അവരെ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കഥയുടെ അടുത്ത ഭാഗം ഉടൻ എത്തിക്കാൻ ശ്രമിക്കാം കേട്ടോ. നിങ്ങൾ കാത്തിരിക്കില്ലേ? കഥയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായിട്ടും കമൻ്റായിട്ട് തന്നോളൂ കേട്ടോ. ഞാൻ വായിക്കാം, മറുപടിയും തരാം. താങ്ക് യു.